ഇതാണ് പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. എന്തിനാണ് ഈ പിന്നാലെ പോയി യാചിക്കുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? നാണം. നിങ്ങളുടെ ആത്മാഭിമാനത്തെ കോട്ടം വരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? അത്രേ ഉള്ളോ നിങ്ങൾക്ക് ഈ ഭൂമിയിലെ വാല്യൂ? വേറൊരാള് സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, അയാളുടെ പിന്നാലെ യാചിക്കുകയാണ്. എന്നെ ഒന്ന് സ്നേഹിക്കോ, എനിക്കൊന്ന് മെസ്സേജ് അയക്കോ, എന്നോടൊന്ന് സന്തോഷത്തോടെ സംസാരിക്കോ. എന്താണ് ഇതൊക്കെ? ഇത് എനിക്കും കൂടെ തരുന്ന ഒരു മൈൻഡറാണ്. നമ്മുടെ ആത്മാഭിമാനത്തിന് മേലെ ഒരാളെയും പ്രതിഷ്ഠിക്കരുത്. നെവർ എവർ. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അറ്റ് ദി എൻഡ്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വിദ്യാഭ്യാസം, നമുക്ക് കിട്ടിയ ലെഗസി, നമുക്ക് കിട്ടിയ വാല്യൂസ്, നമുക്ക് കിട്ടിയ മോറൽ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ വെച്ച് കാത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കളഞ്ഞു കുളിക്കേണ്ടതല്ല. നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുകയാണ്, അയാളുടെ ഡിമാൻഡ് കൂടുകയാണ് നിങ്ങൾ അയാളുടെ പിന്നാലെ പോകുമ്പോൾ. അതൊരു സ്ത്രീയാവാം, പുരുഷനാവാം, സുഹൃത്താവാം, പ്രണയിക്കുന്നവരാവാം, ആരും ആവാം. അവർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവര് പോകുന്നത്, അവര് നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത്. അനുവദിക്കൂ. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, പാത്രം അറിഞ്ഞ് മാത്രം ദാനം ചെയ്യുക. ഡിസേർവ് ചെയ്യാത്ത ആൾക്കാർക്ക് കൊണ്ടുപോയി കുറെ സ്നേഹം വാരിക്കോരി കൊടുത്ത് അവർ തിരിച്ചു തരുന്നില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടും വലിയ മോങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ആക്ഷൻസ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സ്നേഹം അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, സമയം അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഒരാൾക്ക് വേണ്ടി സമയവും സ്നേഹവും മനസ്സും ഹൃദയവും മാറ്റിവെക്കുക. അത് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ, അവരുടെ ആക്ഷൻസ് അങ്ങനെ പ്രൂവ് ചെയ്താൽ, അവരുടെ സംസാരമോ അവരുടെ പ്രവൃത്തികളോ അങ്ങനെ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. കൂട്ട്. അവിടെ തുടങ്ങും ദ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. നാണമില്ലാതെ ഇനി അവരുടെ പിന്നാലെ പോവല്ലേ. കേട്ടോ? നല്ല കുട്ടികളായി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരുന്നേ.